പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൻ്റെ മണ്ണിലും മായാത്ത ചോരക്കറവൂറിൻ്റെ ഓർമ്മകളാണ് 1983 ജൂലൈ 6-ാം തീയതി. വിദ്യാർത്ഥികൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി ആരംഭിച്ച സമരം ഒടുവിൽ പോലീസ് വെടിവയ്പ്പിലും കലാപത്തിലും കലാശിച്ചു. ആ കറുത്ത ദിനത്തിന് ഇന്ന് 43 വർഷം തികയുന്നു. ജീവിക്കുന്ന രക്തസാക്ഷിയായി പെരിക്കല്ലൂർ തേക്കുംകാട്ടിൽ കുട്ടപ്പായി കുരുവിള എന്നയാൾ നമ്മളോട് സംസാരിക്കുന്നു. നമ്മളെ 43 വർഷം മുമ്പ് വെടിവെപ്പിന് നമ്മള് കൈ നഷ്ടപ്പെട്ടതാണ് കുട്ടപ്പച്ചേട്ടനെ. അപ്പൊ അന്നത്തെ കാര്യങ്ങളൊന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റുമോ? അന്ന് പറഞ്ഞ മുള്ളംകൊല്ലി നിന്നാണ് എനിക്ക് വെടി കിട്ടുന്നത്, വെടി കൊള്ളുന്നത്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പം പിന്നെ പ്രകടനമായിട്ടല്ല പോയത്. ഞങ്ങൾ മൂന്ന് പേരും ഉള്ളായിരുന്നു യഥാർത്ഥത്തിൽ. ഞങ്ങൾ പോകുമ്പോൾ പ്രായമുള്ള 2 പേരും ഞങ്ങളെ പോയത്. ഞങ്ങൾ പോയി. ഇപ്പം മുള്ളംകൊല്ലി പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. എന്നാൽ മുള്ളംകൊല്ലി പോകാമെന്ന് മെഡിസ് ഹോസ്പിറ്റലുണ്ട്. ഭാര്യയ്ക്ക് ചെറിയ പനിയും ഇതുണ്ടായിരുന്നു, മരുന്ന് മേടിച്ചതാണ്. അപ്പം ചെവിവേദനയുള്ള കാരണം അത് കാണിച്ചിട്ട് പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ചെന്ന് അവിടെ ചെല്ലുമ്പം ചാച്ചിക്കാളിൽ ചെല്ലുമ്പം വലിയ ബഹളം ഉണ്ടാക്കി പിള്ളേരൊക്കെ കാറിക്കൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് കുറേ ആൾക്കാരെ നേരത്തിന് അവിടെ വന്നിട്ടുണ്ട്, ഇവിടുന്ന് വന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും പിള്ളേരെ സ്കൂളിൽ കയറി തരുന്നു, നമുക്ക് അങ്ങോട്ട് പോകാം, എന്നാൽ പിള്ളേരെ ഒഴിവാക്കി വിടുമല്ലോ പറഞ്ഞു. അങ്ങനെ അടികൊണ്ട് പിള്ളേർ കാറി കൊണ്ട് ഓടി വരുന്നുണ്ട്. ഞാൻ ആ പഴയ പള്ളിമുറിയുടെ തൊട്ട് താഴെ ഒരു കിണറുണ്ടല്ലോ, ആ കിണറ്റിൻ്റെ അങ്ങോട്ട് പോയില്ല, ഒരു അടയാളം പറയുന്നത് മുകളിൽ റോട്ടിൽ നിൽക്കുകയായിരുന്നു. അന്നേരം പോലീസ് വന്ന് ഇവിടെ പോലീസ് വന്ന് വെടിവെപ്പുണ്ടാവുന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ. അങ്ങനെ ആദ്യത്തെ വെടി പൊട്ടി വെക്കുന്നത് തന്നെ നെല്ലാന്തരത്തിൻ്റെ ഒരു ചെറുക്കനുണ്ടായിരുന്നു, അവൻ്റെ കാലിൻ്റെ കണ്ണയ്ക്കാവുണ്ട്. രണ്ടാമത്തെ വെടി അതിൻ്റെ കയ്യുടെ മുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും അപ്പോൾ ആര് കൊണ്ട ടിയർ ഗ്യാസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വെടി കൊണ്ട് ഞാൻ ഓടി പിന്നെ ചാത്തൻകുടുകാരുടെ അറുപത്തുകാരുടെ റബ്ബർ തോട്ടത്തിൽ പോയി വീണുപോയി അവിടെ. അപ്പോൾ അത് പോലീസുകാർ വന്ന് എടുത്തുകൊണ്ട് പോയി. 10:20 ഒരു ഇപ്പോൾ നടന്നത്. മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പം പിന്നെ 5:20 മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ. വൈകുന്നേരം 5:20 മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ. എൻ്റെ കൂടെ ആളുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ 16 ദിവസം മെഡിക്കൽ കോളേജിൽ കിടന്നു. സുബ്രഹ്മണ്യൻ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് പറ്റിയിട്ട് 16 ദിവസം കഴിഞ്ഞാൽ അവിടുന്ന് പോകുന്നത്. അത് എന്തെങ്കിലും ആനുകൂല്യം എനിക്കും പിന്നെ പിന്നെ ഒരു ടൈലർ ആശാനുണ്ട് പുൽപ്പള്ളി താഴങ്ങാടിയിൽ. അയാൾ മരിച്ചു പോയി കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും അന്നത്തെ കാലത്ത് മുഖ്യമന്ത്രി കരുണാകരനായിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് 500 രൂപ വെച്ച് തന്നിട്ടുണ്ട്. തന്നു 500. അത് പിന്നെ ഇവിടെ കലക്ടറുടെ അടുത്ത് പോയിട്ട്, കലക്ടർ ഓഫീസിൽ പോയിട്ട് അന്ന് പിന്നെ ഈ കൽപ്പറ്റ അവിടെ പോയിട്ട് ആ പൈസ മേടിച്ചത്. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.